ഓപ്പറേഷൻ സിന്ദൂറിന്റെ മുഖം കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന് വിളിച്ച മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ ജബൽപൂർ ഹൈക്കോടതി ഉത്തരവ്. മന്ത്രിയുടെ വാക്കുകൾ മതസ്പർദ്ധ വളർത്തുന്നതും സമൂഹത്തിൽ വിഭജനത്തിന് ഇടയാക്കുന്നതുമാണെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രസ്താവനയെ ദേശീയ വനിതാ കമ്മീഷനും സോഫിയ ഖുറേഷിക്കെതിരെ നടത്തിയിട്ടുള്ള അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രസ്താവന മധ്യപ്രദേശ് മന്ത്രിയായിട്ടുള്ള വിജയ് ഷാ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: പാകിസ്ഥാൻ ഭീകരവാദികളുടെ സഹോദരിയാണ്. ആ സഹോദരിയെ കൊണ്ട് തന്നെയാണ് അവർക്ക് മോദി മറുപടി കൊടുത്തത് പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിന് എതിരായിട്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നതിന് പേര് കൊടുത്തതിന് കാരണം. നമ്മുടെ നാട്ടിലെ പാവങ്ങളായിട്ടുള്ള സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ അത്രയും കൊടും ഭീകരവാദികൾക്ക് അതേ രീതിക്ക് മറുപടി കൊടുക്കുന്ന ഒരു ഭാഷ. ഒന്നാമത്തെ കാര്യം അത് അവർക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു തിരിച്ചടി. രണ്ടാമത്തേത് ചെയ്ത കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് തന്നെ സ്ത്രീകളെ കൊണ്ട് തന്നെ എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ അതിന്റെ എല്ലാ പങ്കാളിത്തത്തിലും കൃത്യമായിട്ട് നമ്മുടെ രണ്ട് ധീര വനിതകള്, നമ്മുടെ ഒന്നെന്ന് പറയുന്നത് കരസേനയിലെ കേണലായി പ്രവർത്തിക്കുന്ന സോഫിയ ഖുറേഷി, രണ്ടാമത് വിംഗ് കമാൻഡർ ആയിട്ടുള്ള വ്യോമിക സിംഗും. ഇവർ രണ്ടുപേരുമാണ് ഇതിനെക്കുറിച്ചുള്ള മറുപടി പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് ഇവരെ വാനോളം പുകഴ്ത്തിയവരാണ് നമ്മുടെ ഇന്ത്യക്കാരെന്ന് പറയുന്നത്. അതേ ആൾക്കാരിൽ ചിലർ തന്നെയാണ് ഇപ്പം ഈ പറയുന്ന വെറും മതത്തിന്റെ പേര് മാത്രം മുൻനിർത്തിക്കൊണ്ട് സോഫിയ ഖുറേഷി ഭീകരവാദികളുടെ സഹോദരി എന്ന ലേബലിലേക്ക് താഴ്ത്തി കെട്ടിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും പറഞ്ഞത് രാജ്യത്തിനെതിരെ തന്നെയാണ്, അല്ലെങ്കിൽ സൈനികർക്കെതിരാണ്. ഇത് സ്ത്രീക്ക് അപമാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സോഫിയ ഖുറേഷി അവരാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ചരിത്രവും അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഈ പറയുന്ന മന്ത്രിയായിട്ടുള്ള വിജയ് ഷാ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ആരാണ് എന്താണ് രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന കാര്യം. 2020 നമ്മുടെ സുപ്രീം കോടതി നടത്തിയ ചരിത്രപരമായിട്ടുള്ള ഒരു വിധി, അതായത് സേനയിലെ വനിതകളുടെ സ്ഥിര കമ്മീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനൊക്കെ ശക്തമായിട്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സേനയിലെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് ഈ പറയുന്ന സോഫിയ ഖുറേഷി. അത് മാത്രമല്ല, കുട്ടികളുടെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മിക്ക പ്രവർത്തനങ്ങളിലും ഈ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിലപ്പുറത്തേക്ക് സോഫിയ ഖുറേഷിയുടെ സൈനിക പശ്ചാത്തലം കൃത്യമായി മുത്തശ്ശനിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. അപ്പുറത്തേക്ക് രാഷ്ട്രസ്നേഹം എന്തെന്ന് കൃത്യമായിട്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അത് മുത്തശ്ശിയുടെ അമ്മ ഝാൻസി റാണിയോടൊപ്പം നിന്ന് അല്ലെങ്കിൽ അവരോടൊപ്പം ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്തുകൊണ്ടും നോക്കുന്ന സമയത്ത് രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്തിട്ടുള്ള ഒരു കുടുംബത്തിന്റെ പാരമ്പര്യം ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് സോഫിയ ഖുറേഷി എന്ന് പറഞ്ഞാൽ. ആ പാതയിലൂടെ തന്നെ മുന്നോട്ട് ഇത്രയും വർഷക്കാലമായി പോകുന്ന ഒരു വ്യക്തി. നമുക്കറിയുന്ന കാര്യമാണ്, ഈ ഒരു പദവിയിലൊക്കെ എത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, ഭയങ്കര അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പൊ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് രണ്ട് വനിതകൾ, അതായത് സോഫിയ ഖുറേഷി ആൻഡ് വ്യോമിക സിംഗ് ചെയ്ത കാര്യങ്ങൾ എന്തെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആസൂത്രണമായാലും അതിന്റെ നടത്തിവരവായാലും ഇതിലെല്ലാം മുഖ്യ പ്രധാന പങ്കുവഹിച്ച വ്യക്തികളാണ് ഇവരെന്ന് പറയുന്നത്. അതിലിപ്പം ടാക്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രൗണ്ട് ഇന്റലിജൻസ് ആയാലും അതിലപ്പുറത്തേക്ക് എമർജൻസി റെസ്ക്യൂ, പിന്നെയാണെന്ന് നിരന്തരമായിട്ടുള്ള IT സപ്പോർട്ട്, ഇതിലെല്ലാം മുഖ്യമായിട്ടുള്ള പങ്കാളിത്തം ഇവരുടേതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന സമയത്ത് ഒന്നല്ല പലവട്ടം ആലോചിക്കേണ്ട കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു ആക്ഷേപ വാക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്, ഞാൻ ഒന്നല്ല രണ്ടല്ല 10 തവണ വേണമെങ്കിലും മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രാജ്യം അതിനെ മുഖം തിരിച്ചു കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് BJP പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഇതിന് ശക്തമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് പ്രതികരണം കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു സ്ഥാനത്ത് നിന്ന് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഈ പറയുന്ന വെറുതെ ഒരു ഇതിനു വേണ്ടി പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് അവരുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഓപ്പോസിഷൻ പാർട്ടീസ് പറയുന്ന സമയത്ത് അവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടികൾ രാഷ്ട്രീയമായിട്ട് മാത്രം മുതലെടുപ്പ് നടത്തുന്നുണ്ട്. പക്ഷെ അങ്ങനല്ല ഇതിനെ കാണേണ്ടത്. ഇത് ശക്തമായിട്ട് തന്നെ പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ്. അതിലപ്പുറത്തേക്ക് ഈ ഒരു വ്യക്തി ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു പ്രസ്താവന, അല്ലെങ്കിൽ ഇയാളുടെ വായിൽ നിന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് 2013 ഇതേപോലെ തന്നെ ഒരു അധിക്ഷേപം, അതായത് ലൈംഗിക ചുവയോടെ സംസാരിച്ചതിന്റെ പേരിൽ ഈ പറഞ്ഞ രാജിവെക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് വിജയ് ഷാ എന്ന് പറയുന്നത്.
എന്നിട്ട് നിർത്തിയില്ല. അതിനുശേഷവും കൃത്യമായിട്ട് ഇപ്പം 2024 ഹേമമാലിനിക്കെതിരെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ഒരു വൃത്തികേട് അല്ലെങ്കിൽ അത്തരത്തിലൊരു അധിക്ഷേപം ഉന്നയിച്ച ഒരു വ്യക്തിയാണ്. അതായത് ഈ പറയുന്ന ഇന്ത്യൻ പോസ്റ്റ് ആ സർവീസിന്റെ അംബാസഡറായിട്ട് ഹേമമാലിനിയെ അവിടെ അവരോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നിക്ഷേപം കിട്ടും എന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദ്വയാർത്ഥത്തിലേക്ക് കടന്നുകൊണ്ട് ഇത് പറയുന്ന സമയത്ത് BJPയുടെ ഇടയിൽ തന്നെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നൊരു കാര്യമാണ്. അപ്പം ആദ്യമായിട്ടല്ല ഇദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി വരുന്നത്. ആ പരാമർശങ്ങൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വർഷം കൂടുന്തോറും അത് അതിശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന് ഇതിന്റെയൊക്കെ പേരിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രത്യാഘാതം അത് അത്രയും വിലയുള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ നിരന്തരമായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നുന്നത്. അതിലപ്പുറത്തേക്ക് ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞത് പോലും ഈ പറയുന്ന ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കുറച്ച് അന്തസ്സോടുകൂടി തന്നെ സംസാരിക്കേണ്ടതാണ്, ഓരോ കാര്യങ്ങളെയും നിരീക്ഷിക്കേണ്ടതാണ്, കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ പറ്റിയ കാര്യങ്ങളാണോ ഈ മതവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ത്രീയെ ആക്ഷേപിക്കുക, അവരുടെ പൊസിഷൻ എന്താണെന്ന് പോലും വിലയിരുത്താതിരിക്കുക, രാഷ്ട്ര സേവനത്തിന് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് പോലും നോക്കാതിരിക്കുക, അവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്വന്തം സ്ഥാനം എന്താണെന്ന് പോലും ചിന്തിക്കാതിരിക്കുക. മന്ത്രിയാവുക എന്ന് പറയുന്ന ഞാൻ വിശ്വസിക്കുന്നത് ഒരു മന്ത്രി എന്നതിലപ്പുറത്തേക്ക് എത്രയോ 1000 മടങ്ങ് റെസ്പെക്ട് കിട്ടുന്ന ഒരു പൊസിഷനാണ് അവർ വഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഏറ്റവും വലിയ രാഷ്ട്ര സേവകർ എന്ന് പറയുന്നത് ഈ പറയുന്ന ചിലപ്പം കുറെ ആൾക്കാർ പറയുമായിരിക്കും ഈ പറയുന്ന രാഷ്ട്രീയക്കാര് പൊളിറ്റീഷ്യൻസ് ആണെന്ന്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മിനിസ്റ്റേഴ്സ് ബാക്കി ആൾക്കാർ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. പക്ഷെ അതിലപ്പുറത്തേക്ക് രാഷ്ട്രത്തിന്റെ പോരാളികൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് സൈനികർ തന്നെയാണ്. അവരില്ലെങ്കിൽ ബാക്കി ആർക്കും ഒന്നും നിർദ്ദേശങ്ങൾ മാത്രം മുന്നോട്ട് വയ്ക്കാനേ കഴിയൂ. ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഈ പറയുന്ന എതിർകക്ഷികളായിട്ട് നിൽക്കുന്ന നമ്മുടെ ശത്രുക്കളായി വരുന്ന നമ്മളെ തോൽപ്പിക്കാൻ വരുന്ന ശത്രു രാജ്യങ്ങളെ പേടിപ്പിച്ചു നിർത്തുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ, ഓപ്പറേഷൻസ് അതിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന സൈനികർ തന്നെയാണ്. അപ്പം അതിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഉയർന്ന പദവിയിലെത്തിയ ഒരു വനിത എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റിന് അപ്പുറത്തേക്ക് മറ്റൊരർത്ഥത്തിലേക്ക് ഒരു ദ്വയാർത്ഥത്തിലേക്ക് മതത്തെ കണക്ട് ചെയ്തുകൊണ്ട് അത്രയും തരത്തിൽ ആക്ഷേപിക്കുന്ന സമയത്ത് അവരനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള വ്യഥ, ആ കുടുംബം അനുഭവിക്കുന്ന ഒരു വ്യഥ, അതിന് കൃത്യമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ആയാലും നമ്മുടെ ഈ പറയുന്ന രാജ്യമായാലും കണക്കിലെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സൈനികരെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കുറ്റം തന്നെയാണ്. ഒരുപക്ഷെ രാജ്യദ്രോഹ കുറ്റത്തിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അടുത്ത് വരെ വരുന്ന ഒരു കുറ്റമാണെന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നത്. ഇനി വിജയ് ഷാ എന്നല്ല, ഇനി ഏത് പാർട്ടിയിൽപ്പെട്ടത്, BJP എന്നല്ല, കോൺഗ്രസ് ആയാലും ഇനി മറ്റു പാർട്ടിയിൽപ്പെട്ട ഏതൊരു വ്യക്തിയായാലും ഇതുപോലുള്ള രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ത്രീ അധിക്ഷേപങ്ങൾ നടത്തുന്ന സമയത്ത് വെറും ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒതുക്കി തീർക്കേണ്ട ഒന്നല്ല എന്നുള്ള തിരിച്ചറിവ്, ശക്തമായിട്ടുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടാവുന്ന തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടി തന്നെയായിരിക്കണം ഇതിലൂടെ കിട്ടേണ്ടത്. കാരണം നമ്മുടെ രാജ്യം അത്രയും വലിയൊരു സ്ഥിതിയിൽ അല്ലെങ്കിൽ അത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നുപോയതെന്ന് പറയുന്നത്. രാജ്യം മുന്നോട്ട് നല്ല രീതിക്ക് തന്നെയാണ് പോയത്, അതിനെ എതിരിട്ട് നല്ല രീതിക്കാണ്. പക്ഷെ നമ്മുടെ രാജ്യം ഒരുപാട് ഈ പറയുന്ന നമ്മുടെ ഇത്രയും കോടി ജനത ഏറ്റവും വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഈ പറയുന്ന സൈന്യം എന്ന് പറയുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പം അവരുടെ ആ ഒരു പ്രവൃത്തിയെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടെത്തിക്കുക. അദ്ദേഹം ഇപ്പം മാറ്റി പറയുന്നുണ്ട്, അതായത് തെറ്റുപറ്റിപ്പോയതാണ്, അത് മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിച്ചതാണ്, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സഹോദരി എന്ന അർത്ഥത്തിലേക്കാണെന്നുള്ളത്. അത് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്ന ഒന്നായിരുന്നു. ഈ പറയുന്ന പാകിസ്ഥാൻ ഭീകരർ നമ്മുടെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചിട്ടുണ്ടെങ്കിൽ അതേ സ്ത്രീകളെ കൊണ്ട് തന്നെ, നമ്മുടെ സഹോദരിമാരായിട്ടുള്ള സ്ത്രീകളെ കൊണ്ട് തന്നെ മോദി മറുപടി പറയിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് കൃത്യമായിട്ട് ആ സമൂഹത്തിന്റെ സഹോദരി അല്ലെങ്കിൽ ഭീകരവാദികളുടെ സഹോദരി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റും അവിടെ അദ്ദേഹത്തിന് പ്രശ്നമായത് മതം തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ ഏതൊരു രാഷ്ട്രീയത്തിലായാലും നമ്മുടെ രാജ്യത്തിലായാലും വെച്ച് പൊറപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഐക്യത്തിന്, ദേശീയ ഐക്യത്തിന് അപമാനകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന് അത്രയും ശക്തമായിട്ടുള്ള 1 വട്ടോ 2 വട്ടോ 3 വട്ടോ എത്ര വട്ടോ മാപ്പ് പറയട്ടെ, പക്ഷെ ആ മാപ്പ് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം സ്ത്രീയെ
ഇത്രയും ഗുരുതരമായിട്ട് ആക്ഷേപിക്കുക, അതും സൈനിക ചുമതലയിൽ നിൽക്കുന്ന, നല്ലൊരു പദവിയിൽ നിൽക്കുന്ന ഈ ഒരു ഓപ്പറേഷന് വേണ്ടി പാകിസ്ഥാനോട് എതിർത്ത് നിൽക്കുന്നതിൽ അത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം, ഒരു പ്രസ്താവന ഇറക്കുന്ന സമയത്ത് ആലോചിച്ചും കണ്ടു വേണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞതുപോലെ തന്നെ, ഭരണഘടനാ പദവി വഹിക്കുന്ന ആൾക്കാർ പറയേണ്ടത് അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അവർക്ക് നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ആ പദവിയിലിരിക്കാൻ അവർ ഒരു തരത്തിലും അനുയോജ്യരല്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ.